അതാണ് നേരത്തെ പറഞ്ഞു ഈ ഉപ്പയുടെ മരണത്തിന് ശേഷമാണ് കമ്മിങ് ഔട്ട് നടത്തിയതെന്ന്. ചിലപ്പോ ഉപ്പ ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ജാസി ഇപ്പോ ഈ രീതിയിലായി, ഉപ്പ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നു? ഒരിക്കലും അംഗീകരിക്കില്ല, ഒരിക്കലും എൻ്റെ ഉപ്പ അംഗീകരിക്കില്ല. അതാണ് ഇപ്പോഴും എൻ്റെ ഉമ്മ എന്നെ മോനെന്നാണ് വിളിക്കുന്നത്, മോളെന്നല്ല വിളിക്കുന്നത്. അവരങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ പക്കാ ഒരു നാട്ടും പുറത്തുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരൊന്നും ഒരിക്കലും അവർക്കൊന്നും ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്താണ്, ട്രാൻസ് എന്താണ്, അല്ലെങ്കിൽ അതൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരല്ല. അപ്പോൾ നമുക്ക് അറിയാലോ അവരെ എത്രത്തോളം അവർ ഉള്ളത്. എൻ്റെ ഉമ്മക്ക് പണ്ടത്തെ 10ാം ക്ലാസ്സാണ്, പക്ഷെ എങ്കിൽ പോലും അവർക്ക് അത് അറിയത്തില്ല എന്താണ് എന്നുള്ളത്. ഇപ്പോഴല്ലേ ഇവരൊക്കെ ട്രാൻസ് കമ്മ്യൂണിറ്റി ഇത്രയും വൈറലായതും ഇത്രയും അംഗീകാരങ്ങൾ വന്നതും ഇത്രത്തോളം ആൾക്കാരെ അറിയാൻ തുടങ്ങിയത് ഇപ്പോഴല്ലേ. മുമ്പൊന്നും ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ. പണ്ടൊക്കെ ഇങ്ങനെ പറയും, പെണ്ണുങ്ങളെ പോലെ നടക്കുന്ന പെൺകൂസന അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ജാസി എപ്പോഴെങ്കിലും ആഷിന്റെ ഫാമിലിനെ ബന്ധപ്പെടാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ആദ്യം ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ ആഷിയുടെ ഉമ്മ, ആ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്, ഉമ്മാൻ്റെ സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിന് ശേഷം ഞങ്ങള് കല്യാണം കഴിഞ്ഞ ശേഷം ഒന്നും വിളിച്ചിട്ടും. എല്ലാരും അക്സെപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? അല്ല, ഞാൻ എന്താ അറിയോ, ഞാൻ ഇപ്പൊ ഇവന്റെ ഉമ്മാനെ കാര്യത്തിൽ തന്നെ ഞാൻ അത് ഓക്കെയാണ്. കാരണം ഇപ്പൊ ഇവന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് വേറെ ആരാണേലും അങ്ങനെയാണ് പ്രതികരിക്കുള്ളൂ, അങ്ങനെയാണ് ഫോക്കസ് ചെയ്യണമെന്ന് എനിക്കറിയാം. കാരണം നല്ലൊരു മോന്, നല്ലൊരു ചെക്കൻ കല്യാണം കഴിച്ച് അവന്റെ ഒരു കുട്ടി, അവന്റെ കുട്ടിനെ താലോലിക്കണം, അല്ല അവന്റെ കുട്ടിനെ കാണണം, എന്റെ ആഷിയുടെ മോനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. കാരണം അറിയാലോ, അപ്പൊ ആഷി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ഉറപ്പായിട്ട് ഇതേപോലെ ഒരു മുഞ്ചൊരു കുട്ടിനെ കിട്ടത്തില്ലേ അവന്റെ ഉമ്മാക്ക്. അപ്പൊ എനിക്കറിയാം. അയ്യോ, അത് പറയുന്നത് സങ്കടം. എനിക്കറിയാം അക്സെപ്റ്റഡ് ആണ് ആ കാര്യത്തിൽ, എനിക്കറിയാം. അപ്പോൾ അവൻ്റെ ഉമ്മാൻ്റെ ഒരു ഫീലിങ്സ്, വിഷമം എന്താണെന്നുള്ളത് പേഴ്സണലി എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഏത് ഉമ്മാരായാലും അങ്ങനെ തന്നെയാണ് വിചാരിക്കുള്ളൂ. അപ്പോൾ അതെനിക്കറിയാമല്ലോ, അപ്പോൾ ഞാനത് ആ ഒരു മൈൻഡിലൂടെ തന്നെ കാണും. ഇത് ഈ ഒരു കാര്യം ആലോചിച്ച് ഇമോഷണൽ ആവാറുണ്ടോ എപ്പോഴും? എനിക്ക് ഞാൻ ഇങ്ങനെ എപ്പോഴും ഞാനും ആശും പറയും. ഇപ്പോൾ ഞാൻ ഒന്നാമത് ഞാൻ ആശിനെ കാണുന്നത് എൻ്റെ ഒരു മോനെ പോലെ തന്നെയാണ്. കാരണം അത്രയും കുറുമ്പാണ് ഇടക്ക്. പിന്നെ അതല്ലാണ്ട് ഇടയ്ക്ക് ഇപ്പോൾ ഞങ്ങളെ പ്രൈവറ്റ് സമയങ്ങളിലൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഇപ്പം ഞാൻ ഒറിജിനൽ പെൺകുട്ടി ആയിരുന്നെങ്കിൽ ആഷി ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നിന്റെ പോലത്തെ കുട്ടിയായിരിക്കും, എൻ്റെ കളർ കിട്ടണം, നിന്റെ മൂക്ക് വേണം, നിന്റെ കണ്ണ് വേണം, നിന്റെ ചുണ്ട് വേണം, നിന്റെ ഹെയർ കിട്ടണം, അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ നിന്റെ പോലെ ഉണ്ടാവില്ല, കാണാൻ നല്ല രസം, അങ്ങനെയൊക്കെ ഞങ്ങൾ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരുപാട് അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അഡോപ്ഷൻ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ പറയാറുണ്ടെന്ന് പറയാം. ഞാൻ ഇപ്പം ഭാവിയിൽ ഒരു കുട്ടീനെ വേണം, ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങളെ കണ്ട് ബോറടിച്ച്, അല്ലെങ്കിൽ ഞങ്ങളെ നോക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നോക്കാൻ ഒരു കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ അഡോപ്റ്റ് ചെയ്യുള്ളൂ. വേറെയുള്ള വഴിയിലൂടെയുള്ള ഇതല്ല അഡോപ്ഷൻ. കാരണം നമ്മൾക്ക് വേറൊരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യുക, ആ കുട്ടിക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് കൊടുക്കുക, ആ കുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക, അത് ഒരാൾക്ക് കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുത്തൂടെ. പച്ചുവിന്റെ അമ്മയില് ഉർവശി ചേച്ചിനെ പോലെ, അതൊക്കെ എനിക്കിഷ്ടം. നേരത്തെ ഇപ്പൊ ഇമോഷണൽ ആയ ജാസിനെ നമ്മൾ കണ്ടു. ഇതുപോലെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് ഇമോഷണൽ ആവാറുണ്ടായിരിക്കും. അപ്പൊ എന്ത് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കാറ്? എങ്ങനെ ആശ്വസിപ്പിച്ചാലാണ് ജാസി ഞാൻ പറയാം എല്ലാം ശരിയാവും ജാസി, അങ്ങനെ പറയാം. ഇതൊക്കെ നമ്മൾ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ ഈ പ്രശ്നം. ഞാൻ ജാസിനേല് ഈ പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾ ഫസ്റ്റ് അറിയാം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറയുമ്പോൾ ആശി നീ ശരിക്ക് സീനാണ്, എല്ലാവർക്കും ഇഷ്ടമില്ലാണ്ടാവും, പിന്നെ നീ നിനക്ക് ലൈഫ് വരും. അതേപോലെ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യും. ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറില്ല, എല്ലാം പറയാണ്ടിരിക്കും. ഞങ്ങൾ ഫസ്റ്റേ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ, എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും, പിന്നീട് ഇങ്ങനത്തെ സീനൊക്കെ. പിന്നെ ഇപ്പം അങ്ങനെ സങ്കടങ്ങൾ തോന്നാറില്ല, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആലോചിക്കാറില്ല ഒന്നാമത്. പിന്നെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ രണ്ടുപേരും ഓക്കെയാണ്, രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചില്ലായിട്ട് ഇങ്ങനെ പോകുന്നു. ഏതോ ഒരു ട്രോള് ഞാൻ കണ്ടു, ഇത് ജാസിയാണോ ഇത് ആലിയ ഭട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെ കാണാറുണ്ടോ? ഒരു അവാർഡ് ഷോക്ക് പോയ സമയത്ത് ഓക്കെ, മറ്റേ ഇതിന്റെ റെഡ് ഡ്രസ് ഇട്ട് പോയ ഒരു ഇനാഗ്രേഷൻ ആയിരുന്നു, ഒരു പാർലർ ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. കോസ്റ്റ്യൂം എപ്പോഴും നല്ല അഭിപ്രായമാണ് എൻ്റെ കോസ്റ്റ്യൂംസിനും. ടച്ച് വുഡ്, അത് ഭയങ്കര സന്തോഷം. എന്താണ് ഇപ്പൊ ജാസിനെ പോലത്തെ ഒരുപാട് പേര് കമ്മിങ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും, അവരോട് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫ്, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ ഒരിക്കലും അഭിനയിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ത്രീ ആവാനാണോ ഇഷ്ടം, നമുക്ക് സാരി എടുക്കാനാണോ ഇഷ്ടം, നമുക്ക് ചുരിദാർ എടുക്കാനാണോ ഇഷ്ടം, നമ്മൾ പുറത്തേക്ക് വരിക, പറയുക, അവരോട് പറയുക. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ
നിങ്ങളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ കമ്മൗട്ട് ചെയ്യുക. കമ്മൗട്ട് ചെയ്തിട്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് വരിക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. സ്ത്രീ ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സ്ത്രീ എന്ന രീതിയിൽ നിങ്ങൾ മുന്നേറി പോവുക. ആഷിക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ജാസിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരുപാട് ഹേറ്റ് കമന്റ്സ് വരുന്നുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും കൂടി ഒരു റിപ്ലൈ? ഓരോരുത്തരുടെ ഇഷ്ടമാണത്. എനിക്ക് എന്റെ ഇതായിട്ട് മുന്നോട്ട് പോലെ അല്ലാണ്ട് മുഖംമൂടിയാണെന്ന് എനിക്ക് തിരിച്ചല്ല. ഞാൻ ജെന്യൂൻ പേഴ്സണൽ അതുകൊണ്ട് ഞാൻ ജെന്യൂൻ ആയിട്ട് തന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഞാൻ ഒരാളുടെ ഇപ്പൊ ഒരാളുടെ ഹെൽപ്പ് ചോദിച്ചിട്ടാ അങ്ങനെ ചെയ്യുന്നത്. എന്റെ ഇഷ്ടത്തിന് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ കമ്മിങ് ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹപ്പെടുന്നില്ലേ? അതായത് ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കാണ്ട് ആളുകൾ വരട്ടേന്ന്. റീസെന്റ് ആയിട്ട് മരണമാസം എന്ന് പറഞ്ഞ സിനിമയില് നാദിറ മെഹറിൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ട്രാൻസ് വ്യക്തി അതിൽ അഭിനയിച്ചതുകൊണ്ട് പല സ്ഥലങ്ങളിലും ആ ഒരു സിനിമ ബാൻ ചെയ്തൊരു അവസ്ഥയുണ്ടായി. അപ്പോ ഈ ട്രാൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അവസരം കൊടുക്കുമ്പോൾ അതൊരു കുറ്റമായിട്ട് നാദിറ അഭിനയിച്ചതുകൊണ്ടാണ് ആ സിനിമ ബാൻ ചെയ്തതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഒന്നാമത് പുറത്തെ കൺട്രി, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ UAE പോലത്തെ GCC കൺട്രികളിൽ ട്രാൻസ് അലൗഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇപ്പോൾ നമ്മുടെ നാദരുടെ വിഷയമല്ല, അത് തന്നെ ഇപ്പോൾ നമ്മൾ കാതൽ സിനിമ, മമ്മൂട്ടി അഭിനയിച്ച കാതൽ സിനിമ അവിടെ ബാൻ ആയിരുന്നു. കാരണം അതിൽ പറയുന്നത് ഒരു സ്റ്റോറി ലൈൻ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനത്തെ സ്റ്റോറികൾ അവിടെ എടുക്കത്തില്ല. പക്ഷെ മാറ്റങ്ങൾ വരും, ഉറപ്പായിട്ടും മാറും. കാരണം കാലങ്ങളല്ലേ, മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ അവിടെ ഇപ്പൊ അടുത്താണ് അവിടെ മറ്റേ കുറേ കാര്യങ്ങളൊക്കെ അവിടെ അംഗീകരിച്ചു തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഇനിയും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എനിക്ക് ഭയങ്കര അഭിമാനമാണ് നാദിറ അതിൽ അഭിനയിച്ചത്. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ അഭിനയിക്കുന്നു. അതേപോലെ ഇനി ഒരുപാട് പേര് വരും. ഇപ്പൊ ശ്രുതി സിത്താര മിസ് ഗ്ലോബൽ ഇതായി. അതുപോലെ ഒരുപാട് പേർക്ക് നല്ല നല്ല അവസരങ്ങൾ വരുന്നു. ഒരുപാട് പേര് നല്ല നല്ല അച്ചീവ്മെന്റ് നേടുന്നു. ഇപ്പൊ ഹേദിയൊക്കെ നല്ല നല്ല അച്ചീവ്മെന്റ് ഒക്കെ നേടുന്നു. ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിനെസ് ആണ് എനിക്ക് കാണുന്നത്. ഇടയ്ക്ക് തോന്നാറുണ്ടോ കേരളത്തിൽ ജനിച്ചത് കുറച്ചുകൂടെ നന്നായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കുറച്ചുകൂടി ഇവിടെ ഉണ്ട്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്? അല്ല, അതിനൊക്കെ ഉപരി കേരളത്തിൽ ജനിച്ചത് ഭയങ്കര അഭിമാനം. ഇന്ത്യക്കാരി ആയതിൽ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്, ഒരുപാട് അഭിമാനിക്കണം. ജയ് ഹിന്ദ്. കേരളത്തിൽ ജനിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം ഒന്നാമത് നല്ല സ്നേഹം തരുന്ന ആൾക്കാർ, അത് മലപ്പുറത്ത് ജനിച്ചത് വലിയ സന്തോഷം. നല്ല ആൾക്കാർ, സന്തോഷം. ഇപ്പൊ മലപ്പുറത്ത് ജനിച്ച ഒരാള് ഇപ്പോ ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്നു, അത് ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി, എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരാൾ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ ഒരാൾ കളിയാക്കിയാലും മിണ്ടാട്. എന്റെ ഫ്രണ്ട്സ് എപ്പോഴും ചോദിക്കും, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? ഇത് ഞങ്ങൾ വേറെ ആരും കണ്ടിട്ടില്ലല്ലോ, എനിക്ക് എവിടുന്ന ഈ ധൈര്യം വന്നത്? എന്റെ ഫ്രണ്ട്സ് പറയും, എനിക്ക് എവിടുന്ന് ഇത്ര ധൈര്യം കിട്ടിയെന്നൊക്കെ. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സഞ്ചരിച്ച ആ ഒരു ഏരിയ ഒരു ഇതായിരിക്കാം, അപ്പൊ വന്ന വഴിയിലായിരിക്കാം. ആ വഴിയിലൂടെ ഒരുപാട് പേര് എന്നെ കല്ലെറിഞ്ഞ് മുള്ളെറിഞ്ഞ്. പക്ഷെ എനിക്ക് അതിന് കിട്ടിയ ഒരു പ്രചോദനമായിരിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് എന്നെ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞാലും ഞാൻ തളരാറില്ല, വിഷമിക്കാറില്ല. ഞാൻ എൻ്റെ ഒരു ഫോക്കസ് ഓഫ് ലൈഫ് തേടി ഞാൻ അങ്ങനെ പോകും. ഇപ്പൊ ലൈഫിൽ ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പിയാണ്. മാഷാഅല്ലാഹ്. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ലൈക്ക് എന്താണ് ട്രാൻസ് അല്ലാണ്ട് എനിക്ക് ജാസി എന്ന് പറഞ്ഞ വ്യക്തിനെ എനിക്ക് പേഴ്സണലി എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആരും കോപ്പി എന്റെ ഫ്രണ്ട് കീക്കി പറയും ഇതേപോലെ, നമ്മളെയാണ് ആദ്യം സ്നേഹിക്കേണ്ടതെന്ന്. അതെ, സെൽഫ് ലവ് ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു സംഭവം. നമ്മൾ ആദ്യം അത് എന്നോട് എനിക്ക് ഫസ്റ്റ് ആ ഒരു ഫോക്കസ് ഓഫ് ലൈഫ് കാണിച്ചു തന്നത്, എനിക്ക് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എൻ്റെ ലൈഫിൽ കീക്കി, എൻ്റെ ഫ്രണ്ട് റുക്സാന, ദുബായിലെ. അവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഫോർ എവർ ആണ് എനിക്ക് അവള്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കീക്കി. അപ്പൊ അവളാണ് എന്നോട് ഫസ്റ്റ് പറഞ്ഞത്, നീ വിഷമിക്കില്ല, ആദ്യം നീ നിന്നെ കാണ്, നീ നിന്നെ പഠിക്ക്, നീ നിന്നെ റെസ്പെക്ട് ചെയ്യും, നീ നിന്നെ സ്നേഹിക്ക്, നീ നിന്നെ സ്നേഹിച്ചാൽ ബാക്കിയുള്ള എല്ലാം നടക്കും. ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ അവള് പറഞ്ഞു തുടങ്ങിയതാ. അവളാണ് പറഞ്ഞത്, നീ യൂട്യൂബ് ചാനൽ തുടങ്ങുക, നാട്ടിലല്ലേ, യൂട്യൂബ് ചാനൽ നന്നായിട്ട് ക്ലിക്കാവും, തുടങ്ങുക. അങ്ങനെ തുടങ്ങിയത് ഞങ്ങൾ യൂട്യൂബ് ചാനൽ. മാഷാ നല്ല ക്ലിക്കായി, ഒരുപാട് ഫോളോവേഴ്സ് കിട്ടി, ഒരുപാട് സ്നേഹങ്ങൾ കിട്ടി, സന്തോഷം. ഈ ഒരു സമയത്ത് നമ്മൾ ചായ കുടിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പലഹാരം ചായന്റെ കൂടെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ആശീൻ്റെ അടുത്ത് പറയണത്, ജാസീനെ ഒരു പലഹാരമായി ഉപമിക്കാൻ പറഞ്ഞാൽ ഏത് പലഹാരമായിരിക്കും? അത് എന്തുകൊണ്ടെന്ന് കൂടെ പറയണം. എന്നെ ഒരു ചായക്കടി പോലെ നീ ഇതാക്കണം, കാണണം. അപ്പൊ നീ ഏത് ചട്ടിപ്പത്തിരിയോ? ചട്ടിപ്പത്തിരി ലെയർ എല്ലാം ഉണ്ടല്ലോ അതില്. ചട്ടിപ്പത്തിരി ആകുമ്പോ ഒരു ലെയറില് ഇത്, അടുത്ത ലെയറില് മസാല, അടുത്ത ലെയറില് എന്ത് ചിക്കനോ ബീഫോ അങ്ങനെ. ഭയങ്കര ലോജിക്കൽ തിങ്കിങ് ആയിപ്പോ കേട്ടോ. തിരിച്ചാണെങ്കിലോ
പഴംപൊരി. രതീഷ് അവളൊരു രതീഷ് അല്ല കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു മണിക്കൂറിൽ നമ്മൾ സംസാരിച്ച ഏറ്റവും വലിയ കൗണ്ടർ ആയിരുന്നു. ഇല്ല എനിക്ക് പേഴ്സണലി ആഷിനെ എനിക്ക് എന്റെ ഫേവററ്റ് പഴംപൊരിയാണ്. എനിക്ക് ഞാൻ എവിടെ പോയാലും ഏത് സമയത്തും കിട്ടിയാലും കഴിക്കുന്ന ഒരു പലഹാരം പഴംപൊരിയാണ്. ഞാൻ വീട്ടിൽ ഒരുപാട് വട്ടം ഉണ്ടാക്കില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്ന പലഹാരം പഴംപൊരിയാണ്. നല്ല പഴുത്ത പഴം നല്ല മാവിൽ മുക്കിയിട്ട് കുറച്ച് ആ ഒരു കാര്യം പറഞ്ഞു കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. പഴംപൊരി പൊരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കൂട്ടുണ്ടല്ലോ, ലൈക്ക് മൈദ കൂട്ട്, ആ കൂട്ടിൽ കുറച്ച് കരിഞ്ജീരകവും കുറച്ച് നല്ല ജീരകവും ചേർത്തിട്ട് നിങ്ങൾ അതിൽ പഴംപൊരി പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഫാനായി മാറും. നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല ജീരകവും കരിഞ്ജീരകവും കൂടി മിക്സ് ചെയ്തിട്ട് ആ മാവിൽ മുക്കി പൊരിക്കണം. അപ്പോൾ എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്, സ്നാക്സ് ആണ് പഴംപൊരി. അപ്പം അതുകൊണ്ടാണ് ഞാൻ പഴംപൊരി എന്ന് പറഞ്ഞത് കേട്ടോ. എനിക്ക് ഇഷ്ടമായത് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇത് വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ ഈ മൂഡ് ഔട്ട് ആയിട്ടൊക്കെ? അല്ല, ആഷി ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഷിയുടെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും. കാരണം ആഷി ഓരോ നിമിഷങ്ങളും എൻജോയ് ചെയ്യിപ്പിക്കും നമ്മളെ. ഭയങ്കര രസമാണ് ആഷിയുടെ തമാശകള്. ഇടയ്ക്ക് ഞാൻ തന്നെ ഫോൺ നോക്കുന്ന സമയത്ത് ചുമ്മാ ആഷിനെ കുറെ നേരം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം ആഷിയുടെ ഓരോ തമാശകള്, ഓരോ മൂവ്മെന്റുകള്, ഓരോ കാട്ടിക്കൂട്ടില് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ആഷിനെ കുറെ നോക്കിയിരിക്കാൻ. അതുകൊണ്ട് പറഞ്ഞതാ. ഇനി നിങ്ങളെ പാർട്ട്ണറെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഈ വാട്സാപ്പിലൊക്കെ ഇമോജീസ് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇമോജീസ്, അതുപോലെ ഒരു 3 ഇമോജീസ് ആഷിനെ കുറിച്ച്. ആഷിയുടെ ഇമോജി എന്ന് പറയുന്നത് മറ്റേ ഗ്ലാസ് വെച്ചിട്ട് ഇമോജി ഇല്ലേ, അതാണ് ആഷിയുടെ ഫേവററ്റ് ഇമോജി. പിന്നെ ഈഗിള്. അല്ല, ഇവരെ അയക്കുന്ന ഇമോജി അല്ല, അവരെ കാണുമ്പോൾ നമുക്ക് എന്ത് ഇമോജിയാ തോന്നുന്നത്? ആഷിനെ എനിക്ക് ആ ഗ്ലാസ് വെക്കണ ഇമോജി. കാരണം ആഷി രാത്രിയിലും ഗ്ലാസ് വെച്ച് ഇറങ്ങുന്ന വ്യക്തിയാണ്. ഇന്നെന്താ പറഞ്ഞ ഗ്ലാസ് ഉറങ്ങുമ്പോഴും ഗ്ലാസ് അല്ല. ആഷി ഫുൾ ഗ്ലാസ് ഭയങ്കര കുറെ ഷെയ്ഡ് ഉണ്ട്. ഇതിന്റെ ഷെയ്ഡ്സിന്റെ കുറെ കളക്ഷൻസ് ആഷിയുടെ അടുത്തുണ്ട്. അപ്പോൾ ആഷി എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഷെയ്ഡ്സ് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഇമോജിയാണ് അധികം അവനിങ്ങനെ അവന്റെ ബയോയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു ഇമോജി ലാസ്റ്റ് ഉണ്ടാവും. അപ്പൊ അത് പെട്ടെന്ന് ഇമോജി പറയുമ്പോൾ എനിക്ക് ആ ഇമോജി പെട്ടെന്ന് ഓർമ്മ ആഷിയുടെ ഇമോജി. വേറൊരു കൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന ഇമോജില്ലേ, ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇങ്ങനെ അത്രയും ചിരിച്ച് കള്ളിന്ന് വെള്ളം പോകുന്ന അതും ആ ഇമോജി. തിരിച്ചു പറയാൻ പറഞ്ഞാലോ, തിരിച്ചൊരു സ്റ്റിക്കർ ഉണ്ട്. ഞാൻ കുറെ സ്റ്റിക്കറാ. ഏതാണത്? ഞാൻ ഓടി വരുന്നതാണോ? അതിന്റെ പൊന്നുമോനെ ഇപ്പൊ പറഞ്ഞത് ആ ഇമോജി ആട്ടോ. ഞാൻ ഓടി വന്നിട്ട് അങ്ങനെ ഓടുന്നില്ല ഒരു ഇമോജി. എൻ്റെ ഒരു വീഡിയോ പണ്ട് ഭയങ്കര വൈറലായിരുന്നു. ദുബായിലുള്ള സമയത്ത് ഞാൻ ഓടി വന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഓടുന്നൊരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അത് പിന്നെ കുറെ സ്റ്റിക്കേഴ്സ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഈ വാട്സപ്പിൽ സ്റ്റിക്കേഴ്സ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ആ സ്റ്റിക്കേഴ്സ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇവനിങ്ങനെ എടുത്ത് തരും. എനിക്ക് എന്റെ പേര് കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. ചിരിക്കാറുണ്ടോ? എനിക്ക് ചിരി വരും. ആ പണ്ടത്തെ വീഡിയോസ് കാണുമ്പോൾ ചിരി വരും. ആ അക്കൗണ്ട് പോയല്ലോ, എന്റെ പണ്ടത്തെ ഇൻസ്റ്റാ അക്കൗണ്ട് പോയല്ലോ. അപ്പൊ ആ വീഡിയോസ് ഒക്കെ എപ്പോ എവിടെയെങ്കിലും ഇങ്ങനെ ട്രോള് വരുമ്പോ അങ്ങനെ എനിക്ക് ചിരി വരും. എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ക്രിഞ്ച് ആരാണ്? അതായത് നമ്മൾ പറയില്ലേ ക്രിഞ്ച് കപ്പിൾ, എപ്പോഴും മുത്തി പുന്നി ചക്കരി എന്നൊക്കെ വിളിക്കില്ലേ? രണ്ടാൾ വിളിക്കാറില്ല. അങ്ങനെ പൈങ്കിളി അല്ല. ഞങ്ങൾ നോർമലി ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാ പോടാ അങ്ങനെ വിളിക്കും. ഇടക്ക് ഞാൻ എപ്പോഴേലൊക്കെ അങ്ങനെ എനിക്ക് ഒരുപാട് സ്നേഹം തോന്നുമ്പോ ചുറ്റുമണി അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറയില്ലേ, അങ്ങനെയൊക്കെ ചുമ്മാ. ഇല്ല, ആഷി തീരെ പൈങ്കിളിയല്ല, തീരെ റൊമാൻറ്റിക് അല്ല. റൊമാൻറ്റിക് ആയിരുന്നു പണ്ടൊക്കെ, പക്ഷെ നല്ല പൈങ്കിളി ആയിട്ടൊന്നും പറയത്തില്ല. ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ആണുകളാകുമ്പോ ഒരു ആണത്തം. അപ്പൊ ജാസി ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട്. ഞാൻ ഇപ്പൊ നല്ല റൊമാൻറ്റിക്കാ. പണ്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ആ സമയത്ത് ഇവൻ റൊമാൻറ്റിക് ആയിരുന്നു. ഇപ്പൊ ഞാൻ റൊമാൻറ്റിക് ആയപ്പോ ആഷി ഭയങ്കര ബിസി ആയി പോയി. ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയാൻ പറഞ്ഞ റൊട്ടീൻ എങ്ങനെയൊക്കെയാണ്? മറ്റേ ഇവര് പറഞ്ഞ പോലെ എനിക്കും ഫുഡ് കഴിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. എനിക്ക് അങ്ങനെയല്ല. ഞങ്ങൾ രണ്ടുപേർക്കും ഇപ്പൊ ഷൂട്ടൊക്കെ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വീട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആഷി ചിലപ്പോൾ ടോയ്ലറ്റ് വൃത്തിയാക്കും, ഞാൻ കിച്ചൺ നന്നായിട്ട് വൃത്തിയാക്കും. പിന്നെ ആഷി ഫാനും കാര്യങ്ങളൊക്കെ ഡീപ്പ് ക്ലീനിങ് ചെയ്യും. അങ്ങനെ വീട്ടിലുള്ള സമയത്ത്. പിന്നെ 6 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ചന്ദനത്തിരി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബഹൂറ് കത്തിച്ച് ആ ഒരു ടൈം. ലൈക്ക് ഞങ്ങളുടെ സമയത്ത് മുസ്ലിംസ് പറയും മഗ്‌രിബിന്റെ സമയത്ത് മരിച്ച ആൾക്കാർ പോലും എണീറ്റ് നിൽക്കുന്ന ടൈമാണെന്ന് പറയും. എണീറ്റ് ഇരിക്കുന്ന ടൈമാണ്. ആ സമയത്ത് നമ്മൾ കിടക്കില്ല, ഭയങ്കര ഇതാണ് ആ സമയത്ത് കിടന്നാൽ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് എവിടെയാണെങ്കിലും വീട്ടിലെത്തണം. ആ സമയത്തിന് മുമ്പ് വീട്ടിലെത്തണം. വീട്ടിൽ നല്ല ബഹൂറ് കത്തിച്ച് അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിച്ച് ആ സ്മെല്ല് ഭയങ്കര ഒരു ഭക്തി നിർഭരമായ ഒരു സമയം. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നിസ്കരിക്കും. പൊട്ട് വെച്ച് നോക്കണ്ട, ഞാൻ നിസ്കരിക്കാറുണ്ട്. പൊട്ട് വെച്ച് ഇപ്പൊ എന്താ കുഴപ്പം? അല്ല, അത് പ്രശ്നമാണ്.
അയ്യോ ഒന്നും പറയണ്ട. ഞാൻ കൊറ്റത്ത് വിളക്കെടുക്കാണ്ട് പോയപ്പോൾ ഞാൻ ബീഫ് കഴിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഞാൻ ഒന്നാമത് ബീഫ് ഇപ്പോൾ കുറേ ആയിട്ട് കഴിക്കാറില്ല. ഒന്നുമല്ല, എനിക്ക് ഒരു അലർജിക്ക് അതിൻ്റെ സ്കിന്ന്. അപ്പം അതിന് എനിക്ക് പേടിയാണ്, കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അലർജിക്ക് ആവും എന്നുള്ള പേടിയുണ്ട് അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ അതൊക്കെ ഒരാളൊരു സ്വാതന്ത്ര്യമല്ലേ പൊട്ട് വെക്കുക എന്നുള്ളത്. പക്ഷെ എന്താ അറിയില്ല, ജാസി ചെയ്താൽ ഭയങ്കര സീനാണ്. ജാസി പൊട്ട് വെച്ച സീനാണ്, ജാസി അമ്പലത്തിൽ പോയ സീനാണ്, അങ്ങനെ എന്തൊക്കെ ജാസി എന്തെങ്കിലും പറഞ്ഞ സീനാണ്. ഇപ്പൊ കുറെ മൊയിലന്മാരെ പിടിച്ചിട്ടുണ്ട് എന്നെ. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് എന്നെ പിടിച്ചപ്പോ ഫുൾ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ മൊയിലന്മാരെ എന്റെ ഫോട്ടോ വെച്ച് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പോപ്കോൺ എടുത്ത് വെച്ച് ഇതൊക്കെ കണ്ടിച്ചിരിക്കലാണോ പണി? ഇല്ല, ഞാൻ സത്യം പറഞ്ഞാല് ചിലതൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഇങ്ങനെ ലിങ്ക് അയച്ചു തരുമ്പോൾ കയറി കാണും എന്നല്ലാണ്ട് ഞാൻ പേഴ്സണലി നോക്കാറ് പോലും ഇല്ല. നേരത്തെ ഇപ്പൊ വണ്ടിയിൽ വരുന്ന സമയത്ത് എത്രത്തോളം നെഗറ്റീവ് കമന്റ്സ് വായിച്ചിട്ടുണ്ട്? ഞാൻ നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ നോക്കാറില്ല. നോർമൽ മെസ്സേജുകളിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് കുറെ മെസ്സേജ് കുട്ടികൾ മെസ്സേജ് അയക്കും എനിക്ക്. ജാസിത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പൊന്നു ഷാഗി എന്ന ഒരു പാട്ടൊക്കെ പാടിത്തരും, പൊന്നു ഷാഗി, അങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിമാരെ മെസ്സേജ് അയക്കും, കോസ്റ്റ്യൂം. ചില ചേച്ചിമാരെ എനിക്ക് ജാസി കുറേ ചുരിദാറില്ലേ, 2-3 ചുരിദാർ ഞങ്ങൾക്ക് തരുമോ, കല്യാണത്തിന് വേണമെങ്കിൽ തിരിച്ചു തരാം, അല്ലെങ്കിൽ ഞങ്ങൾ കൊറിയർ അയച്ചു തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജ് തരും. പിന്നെ നോർമലി ചില ഫോട്ടോസ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എനിക്ക് പേഴ്സണലി അയച്ചു തരും, ഈ ഡ്രസ്സ് എവിടുന്നാ വാങ്ങിച്ചേ, ഇതിലിട്ട ഈ കമ്മൽ എവിടുന്നാ വാങ്ങിച്ചത്, അങ്ങനെയൊക്കെയുള്ള മെസ്സേജ് വരും. തിരിച്ചു പോകാൻ എപ്പോഴാണ് ആഗ്രഹിക്കുന്നത്? ദുബായിലിട്ടോ, ദുബായിലേക്ക് ആശയ എടുക്കുന്നു പോയി വന്നു. ഞാൻ ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. പിന്നെ എനിക്ക് ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ നടക്കുന്നത് കൊണ്ടും ആശയ ഇവിടെ എൻ്റെ കൂടെ വേണം. കാരണം എനിക്ക് പെട്ടെന്ന് ഒറ്റക്ക് നിൽക്കാനുള്ള ഇതില്ല, എനിക്കിങ്ങനെ കൂടെ എപ്പോഴും ആണ് ആള്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആശ പോകും. ഞാനിപ്പോൾ എൻ്റെ ഐഡിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം പാസ്പോർട്ടൊക്കെ ഫീമെയിൽ ആക്കണം, സർജറി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെയ്യാനുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദുബായിലേക്ക് പോകും. കാരണം സെറ്റിൽ ആവുകയാണെങ്കിൽ ദുബായിൽ ഞങ്ങൾ സെറ്റിൽ ആവും. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ദുബായ് ആണ്. ദുബായ് ഭയങ്കര വേറെ ലെവലുള്ള ലൈഫാണ് അവിടുത്തെ. ഭയങ്കര രസമാണ് ദുബായ്. നമ്മൾ ഈ കാണുന്ന പോലെയല്ല. എല്ലാവരും പറയും ദുബായിൽ ജീവിക്കാൻ ഭയങ്കര, ദുബായിൽ ജീവിക്കാൻ തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് കുറവ് അല്ലേ. അവിടെ റൂമിന് മാത്രമേ റെന്റിന്റെ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഭയങ്കര നല്ല ഭരണമല്ല അവിടുത്തെ. ലേഡീസ് ആണെങ്കിലും നമുക്ക് ഏത് പാതിരാത്രിയിലും നമുക്ക് പുറത്തിറങ്ങി പോവാം, ആരും വേണമെന്നില്ല, നമുക്ക് ഒറ്റയ്ക്ക് നടന്നു പോവാം, ആരും ഒന്നും ചെയ്യത്തില്ല അവിടെ. അത്രയും സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ദുബായ്. ഇവിടെ രാത്രി ഒരു കുറച്ച് കഴിഞ്ഞൊന്ന് ഇറങ്ങി നോക്കിയാൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. നിങ്ങളെ കുറിച്ച് ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു സൊസൈറ്റീൻ്റെ അടുത്ത്? എനിക്ക് പേഴ്സണലി എന്നെ കുറിച്ചാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളെ ഒരു ആള് ഇപ്പോൾ ഒരു ആണിൽ നിന്ന് പെണ്ണാവുക അല്ലെങ്കിൽ പെണ്ണിൽ നിന്ന് ആണാവുക, വാട്ടവർ, അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് ഫസ്റ്റ് ഓഫ് ഓൾ. ഇവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അംഗീകാരമുണ്ട്. നിങ്ങൾക്കുള്ള എല്ലാ റൈറ്റ്സോടും കൂടിയുള്ള ജീവിക്കാനുള്ള അംഗീകാരം ഇവർക്കും ഉണ്ട്. ഇവരെ മാറ്റി നിർത്താണ്ട് അല്ലെങ്കിൽ ഇവരെ വേറെ ഉള്ള രീതിയിൽ കാണാണ്ട്. ഇപ്പൊ പൊതുവെ ഞാൻ പറയുമ്പോൾ ട്രാൻസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ പറയുന്നത് സെക്സ് വർക്കേഴ്സ് ആണ്. അങ്ങനെയല്ല, അത് സെക്സ് വർക്കേഴ്സ് എന്നല്ല, അവര് എല്ലാവരും നല്ല ആൾക്കാരാണ്. എല്ലാവരും പല മേഖലകളിൽ അവരെ പ്രാധാന്യം തെളിയിച്ച വ്യക്തികളാണ്. നല്ല നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല നല്ല ഡിസൈൻസേഴ്സ് ഉണ്ട്, വക്കീലന്മാരുണ്ട്, പോലീസുകാരുണ്ട്. ഭാവിയിൽ ഒരു മന്ത്രിയോ MLA ഒക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. ആയി വരട്ടെ എന്ന് ഞാൻ പറയുന്നത്. നല്ല കവിത എഴുതുന്ന ആൾക്കാരുണ്ട്, പുസ്തകം പ്രതികരിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ അവരങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല. അവരെ നിങ്ങൾ ഇങ്ങനെ ഇവരൊക്കെ എന്താ ഇങ്ങനെ അങ്ങനെ ആ ഒരു മൈൻഡ് മാറ്റി അവരെല്ലാവരും അംഗീകരിക്കുക. ഇനിയിപ്പോൾ പുതിയ ജനറേഷൻ വരുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ മനസ്സാണ് ഫസ്റ്റ് വേണ്ടത്. അത് പിന്നെ വീട്ടുകാരും അങ്ങനെ ഒരു, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അവരെ വീട്ടിൽ വിട്ട് പുറത്ത്, കാരണം പല ആൾക്കാരും വീട്ടുകാരെ അംഗീകരിക്കാത്തതുകൊണ്ട് പല പല രാജ്യങ്ങളിലൊക്കെ പോയി നിന്നിട്ട് പിച്ചെടുത്തിട്ടും പല വർക്കും ചെയ്തിട്ടൊക്കെ ക്യാഷ് ഉണ്ടാക്കുന്നത്, കാരണം അവർക്ക് സ്ത്രീയായി മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലൊരു അംഗീകാരം കിട്ടുകഴിഞ്ഞാൽ അവർക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ വീട്ടുകാരെ അംഗീകരിക്കുക. ഇപ്പോൾ മഞ്ജു ചേച്ചിയുടെ ഒരു മഞ്ജു പത്രോസ് അടുത്ത് പറയുണ്ടായി, ഞാനൊരു വായിച്ചിട്ടുണ്ടായിരുന്നു, മകൻ്റെ മകൻ ഗേ ആണോ, അപ്പോൾ അവൻ ഗേ ആണെങ്കിലും ഞാൻ അംഗീകരിക്കും എന്നൊരു പ്രസ്താവന. അങ്ങനെ ആയിരിക്കണം അമ്മമാർ. മക്കളെ മനസ്സറിയാം. അത് മോൻ ഗേ അല്ല കേട്ടോ, അത് വേറെ കാര്യം, അത് ഫുള്ള് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ല, മഞ്ജു ചേച്ചി പറഞ്ഞിരുന്നു അങ്ങനെ. അപ്പോൾ പേഴ്സണലി എൻ്റെ ഫ്രണ്ടും കൂടിയാണ് മഞ്ജു ചേച്ചി. അപ്പോൾ ഞാൻ വിളിച്ച് കൺഗ്രാറ്റ് ചെയ്തു. അങ്ങനെ ആ വീട്ടിലൊരു അവയർനെസ് വേണം. വീട്ടിൽ വീട്ടുകാരെ ആദ്യം അംഗീകരിക്കണം, പിന്നെയാണ് സമൂഹത്തേക്ക് അവർ ഇറങ്ങുക, പിന്നെയാണ് സമൂഹം അംഗീകരിക്കേണ്ട വാട്ടവർ. വീട്ടിൽ അംഗീകാരം കിട്ടി കഴിഞ്ഞാൽ ഓഫ്കോഴ്സ്
ഇപ്പൊ കുറെ ഒക്കെ അങ്ങനെ അംഗീകാരം തുടങ്ങിയിട്ടുണ്ട് വീട്ടിലുള്ള. അക്സെപ്റ്റ് ചെയ്യാതെ മാത്രമാണ് ജാസി പറയുന്നത്. അതെ, അക്സെപ്റ്റ് ചെയ്യണം അവർ വേദന. എനിക്കിഷ്ടമല്ല എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളൊരു കരയുന്നതോ വിഷമിക്കുന്നതോ അവർ വേദനിക്കുന്നതോ പേഴ്സണലി എനിക്കിഷ്ടമല്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതാണ് എനിക്ക് കാണുന്നതാണ് എനിക്ക് ആഗ്രഹം.